എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പോകുന്നത് നെല്ലിയാമ്പതിക്കാണ്. ഇത് സെയിലായ വണ്ടിയാണ്. ഈ സെയിലായ വണ്ടി കൊണ്ട് ലാസ്റ്റത്തെ യാത്രയാണ്. അപ്പൊ എല്ലാവർക്കും അവിടെ വെച്ച് കാണാൻ ചേച്ചി. ഗൈസ്, നമ്മൾ അവിടെ ചെന്നപ്പോൾ ആദ്യം നോക്കിയത് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. നല്ലൊരു സ്പോട്ട് തന്നെ നമുക്ക് കിട്ടി. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്ത് നല്ലൊരു സ്പോട്ട് തന്നെ കിട്ടി. 11:30 ശേഷം ഞങ്ങൾ വീട്ടിലിറങ്ങിയതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള കറക്റ്റ് സമയത്തിനാണ് ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ എത്തിയത്. ഫുഡ് കഴിച്ച ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കയറാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ജീപ്പ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ നമ്മുടെ ജീപ്പിലോട്ട് കയറിയങ്ങിരുന്നപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര ചാട്ടം ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബാക്കിൽ കയറിയിരുന്നത്. പക്ഷേ കുറച്ച് ദൂരം ചെന്നപ്പോഴല്ലേ മനസ്സിലായത്, ചാട്ടത്തോട് ചാട്ടം, ഇളകി ഊപ്പാട് തീരാറായി. അപ്പം നേരെ ഞാൻ ബാക്കിലിരുന്ന് ഞാൻ നേരെ ഫ്രണ്ടിലോട്ട് ചാടിട്ടോ. പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോൾ അവനോട് കുശലം അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചു, കാനയും പുലിയും കടുവയൊക്കെ കാണുമോ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ അവൻ എന്താ പറഞ്ഞെന്ന് കേട്ടോ. പുലിയും കടുവ എല്ലാം വരുന്ന സ്ഥലമാണ്. ശരിക്കും പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ഈ കാട്. നമുക്ക് രാവിലെയാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുക. ഓരോരുത്തരുടെ ഭാഗ്യം പോലെയാണ് കാണാൻ കിട്ടുന്നതൊക്കെ. അങ്ങനെ നമ്മൾ അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഒരു മയിലിനെ കണ്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഭയങ്കര പ്രതീക്ഷയായിരുന്നേ. പിന്നെ ആദ്യം നമ്മൾ ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് ചെന്നതിന് ശേഷം ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി. അവിടെ നിന്ന് എൻട്രൻസ് ഫീസൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എൻട്രൻസ് ഫീസൊക്കെ എടുത്ത് നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ വന്നത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ്, ഇനി മെയിൻ വെടിക്കെട്ട് വരാൻ പോകുന്നേ ഉള്ളൂ എന്ന്. ഞാൻ ഫ്രണ്ടിലായതുകൊണ്ട് എനിക്ക് അധികം ചാട്ടം ഉണ്ടായില്ലേ. നല്ല കടമുട കുണ്ടും കുഴിയും കല്ലും മേടൊക്കെ ഉള്ള നല്ല അടിപൊളി റോഡ്. കുലുങ്ങി നമ്മൾ ആദ്യം ഫസ്റ്റത്തെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടോ. ഫസ്റ്റത്തെ വ്യൂ പോയിന്റിൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നമ്മുടെ ഡ്രൈവർ പറഞ്ഞ് ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് എന്നിട്ടോ. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് വലിയ ഓളമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ വിചാരിച്ചു, ഈശ്വര വന്നത് വെറും വേസ്റ്റായി പോയോ, പൈസയൊക്കെ നഷ്ടമായോ, മൃഗങ്ങളെയും കണ്ടില്ല, വ്യൂ പോയിന്റും വലിയ ഓളവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടാമത്തെ വ്യൂ പോയിന്റ് കണ്ടപ്പോൾ എൻ്റെ ഈ അഭിപ്രായമൊക്കെ ഒന്ന് ഞാൻ മാറ്റി. ഞങ്ങളൊരു 5-10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയിലേക്ക് കയറി അടുത്ത വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് വീണ്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആനയെ കാണാം, മുയൽ കാണാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം കണ്ടാണോ നിർഭാഗ്യം കണ്ടാണോ എന്നറിയില്ല, ഒരു കാട്ടുകോഴിയെ പോലും കണ്ടില്ല ഗൈസ്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വ്യൂ പോയിന്റ്. ഈ ഭ്രമണം സിനിമയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയാനൊന്നും എനിക്കറിയില്ല, എങ്കിലും നല്ല സൂപ്പർ സ്ഥലം, നല്ല സെറ്റ് സ്ഥലമാണിത്. റീലെടുക്കാനും വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും, അത് മാത്രമല്ല കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല റിലാക്സ് ആയിട്ട് വരാനും. അവിടെ ഞങ്ങൾ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം അവിടെ ഇരുന്നു. വന്ന ക്ഷീണം ഉണ്ടല്ലോ, എല്ലാവരും കുലുങ്ങി വന്നിട്ട് വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ഈ കുലുങ്ങി തന്നെ അങ്ങോട്ട് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നേ, ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നു. സത്യം പറഞ്ഞാൽ തിരിച്ച് വരാൻ തോന്നിയില്ല, അത്രയും നല്ല സൂപ്പർ സെറ്റ് സ്ഥലം. നല്ല കാറ്റും ഇരിക്കാനൊക്കെ നല്ല കുഞ്ഞു പാറകളും ഇരിക്കാനൊക്കെ നല്ല സെറ്റപ്പായിട്ടുള്ള ഒരു സ്ഥലം. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണെ. തിരിച്ച് വരുന്ന വഴിക്ക് കുറേ മങ്കികളെ കണ്ടു, കൂട്ടത്തിലൊരു സിംഹവാലിനെയും കണ്ടു കേട്ടോ. അപ്പോൾ അതിന് കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റൊക്കെ കൊടുത്ത്, മൃഗങ്ങളെ കണ്ടില്ലെങ്കിൽ എന്താ, നല്ല വ്യൂ പോയിൻ്റൊക്കെ കണ്ട് നല്ല അടിപൊളിയായല്ലോ എന്നും പറഞ്ഞുള്ള സമാധാനത്തിൽ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.